കാസർഗോഡ് DCCയിലെ കയ്യാങ്കളി വീഡിയോ താൻ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സർഫാൻ കുനിയിൽ. കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് DCC നടപടിയെടുത്തത്. വീഡിയോ ചിത്രീകരിക്കാനല്ല, ആളുകളെ പിടിച്ചുമാറ്റാനാണ് ശ്രമിച്ചതെന്നും സർഫാൻ കുനിയിൽ പറയുന്നു. DCC പ്രസിഡന്റാണ് അവിടെ മാറ്റാനുണ്ടായിരുന്നത്. അവിടെ അടിപിടി ആകുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊന്ന് ചോദിക്കുക, ഞാൻ എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. എന്തെങ്കിലും പ്രയാസം DCC പ്രസിഡന്റിന് എന്നോടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും എന്നുള്ളത് വിചാരിക്കാം. സരീഷ് PK കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സരീഷ്, ഇക്കാര്യങ്ങൾ DCC അന്വേഷിക്കാതെയാണോ നടപടി എടുത്തിട്ടുള്ളത്? എന്താണ് കാസർഗോട്ടെ സാഹചര്യം മനസ്സിലാക്കാനാവുന്നത്? ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് തനിക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ സർഫാൻ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് അന്ന് രാവിലെ, അതായത് 20-ാം തീയതി രാവിലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങൾക്കെല്ലാം ലഭിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഉച്ചയോടെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തുകൊണ്ട് DCC പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നത്. അതിനുശേഷമാണ് 2-അംഗ കമ്മീഷനെ നിയോഗിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അത് വിശദമായി വാദം കേൾക്കുകയും ഒക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് അച്ചടക്ക നടപടിയിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ സംഭവം നടന്ന് ഒരു തരത്തിലും അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് തന്നെ സംശയാസ്പദമാണ് എന്നുള്ളതാണ് സർഫാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന വാസുദേവൻ എന്ന് പറയുന്ന ആളെ പിടിച്ചു മാറ്റാനാണ് താൻ ശ്രമിച്ചത്. ഒരു തരത്തിലുള്ള വീഡിയോയും താൻ ചിത്രീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസിന് വേണമെങ്കിൽ പോലും തന്റെ മൊബൈലോ മറ്റുള്ള കാര്യങ്ങളോ പരിശോധിക്കാവുന്നതാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം തനിക്കെതിരെ ചില വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ടാണ് തന്നെ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായും പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം പല മേഖലകളിലും, രാഷ്ട്രീയത്തിനപ്പുറം പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് താൻ. അത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന ആളല്ലേ എന്ന രീതിയിലാണ് തന്നെ ഇപ്പോൾ കാണുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം ഇത്തരത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകും എന്ന് നേരത്തെ മനസ്സിലാക്കിയ ആളുകളാകാം ഈ വീഡിയോ ചിത്രീകരിച്ചത്. കാരണം പെട്ടെന്നുണ്ടായ പ്രകോപനം വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രകോപനം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കയ്യാങ്കളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിത്രീകരിക്കണം എന്ന ഉദ്ദേശത്തോടെ നേരത്തെ തന്നെ തയ്യാറായി വന്ന പാന്റും ഷർട്ടും ധരിച്ച ഒരാളാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചത്. അതിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടാകാം എന്ന ഒരു ആരോപണം കൂടിയാണ് ഈ സർഫാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ ആരോപണം നേരത്തെ പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട ജെയിംസ് പന്തമാക്കലും ആരോപിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സംഭവത്തിൽ DCC പ്രസിഡന്റിന്റെ പങ്ക് കൂടി അന്വേഷിക്കണം എന്ന് കൂടിയാണ് സർഫാൻ പറഞ്ഞു വയ്ക്കുന്നത്. ശരി, സരീഷ് PK ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.